നല്ല ഉയരമുണ്ട് തെങ്ങല്ലേ. ഇപ്പൊ അതിന്റെ മുകളിൽ അവര് കയറിട്ടിട്ട് ഇനി അതെന്തോ ചെയ്യാൻ പോകുന്നത്? കിട്ടുന്നില്ല. പൂജാരി പോലെ ആടുക ഇവിടുന്ന് അല്ലേ? അടിപൊളിയുണ്ട്. എത്ര മീറ്റർ ആണ് തെങ്ങ് ഏകദേശം? ഒരു 20 മീറ്ററാണ്. ഏകദേശം 20 മീറ്റർ ഹൈറ്റുള്ളൊരു തെങ്ങ് മുറിയിട്ട് താഴെ ഇറക്കാൻ പോകും അല്ലേ? അതെ, എന്തായാലും ബംഗാളിയല്ല, മലയാളിയാണ് കേട്ടോ. ആ, മലയാളിയാണ്. അപ്പം ചെറുതനെ ചെറുതനെയുള്ളൊരു ചേട്ടനാണ്. ചേട്ടൻ ഇതിൻ്റെ തെങ്ങ് മുറിയിട്ടിപ്പോൾ ഇറക്കാൻ പോകും. വെച്ച് കെട്ടുമല്ലേ, ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വലിയൊരു തെങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട്, അതായത് ഒരു 1/2 മീറ്റർ പോലും ഗ്യാപ്പില്ലാത്തടത്ത് അവരുടെ പെര നിൽപ്പുണ്ട്. അപ്പോൾ പെരയിലൊന്നും വീഴാതെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വേണം ഈ തെങ്ങ് മുറിച്ചിറക്കാൻ വേണ്ടി. അതുകൊണ്ട് ഒരുപാട് കയറുകൾ പല സ്ഥലത്തായിട്ട് വലിച്ച് കെട്ടി വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ആ ചേട്ടൻ ആ തെങ്ങ് മുറിക്കാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്നത്. എന്നാലും മലയാളികളായതുകൊണ്ട് പ്രത്യേകിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യത്തുള്ളൂ. അവർ ഒരപകടമോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് അത് ചെയ്യുന്നത്. താഴെ ഒരു ചേട്ടൻ ഒരാളേ ഉള്ളൂ, സഹായിക്കാൻ വേറൊരാൾ താഴെയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ദൂരെ നിന്നായി വീഡിയോ എടുക്കുന്നത്. കാര്യം ഇത്രയും നീളമുള്ള തെങ്ങല്ലേ. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നിന്ന് വേണമല്ലോ ഇത് ചെയ്യാൻ. അപ്പോൾ എന്തായാലും അത് മുറിക്കുന്നത് വളരെ ഒരു പ്രയാസപ്പെട്ടൊരു പരിപാടി തന്നെയാണ്. എന്തായാലും ഞാൻ ഈ വീഡിയോ അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ചേട്ടൻ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം വെട്ടുകത്തിക്ക് വെട്ടുകയാണ്. അപ്പോൾ വെട്ടിയത് ഒരു ഒരു എന്തുവാ പറയുന്നത്, കൊത പോലെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ആദ്യത്തെ മുറിയുടെ പണി ചേട്ടൻ തുടങ്ങിയിരിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ചേട്ടൻ നിൽക്കുകയാണ്. അപ്പം ചേട്ടൻ അത് വെട്ടുകത്തിക്കാണ് ആദ്യത്തെ ആ ഒരു മുറി വെട്ടിയിടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്.
അപ്പം നമ്മളെല്ലാവരും ഇതുപോലെയാണ്. ഓരോരുത്തരും പഠിച്ച ഓരോ തൊഴിലിൽ അവർക്ക് അതിൻ്റേതായ ഒരു എന്താണ് പറയുക കൈപ്പുണ്യം ഉണ്ടാകും. അപ്പം പക്ഷേ നമ്മൾ ഇത്തരം ജോലിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. പക്ഷേ നമ്മുടെ കുടുംബം പുലർത്താൻ വേണ്ടി നമ്മളിങ്ങനെയുള്ള റിസ്ക് അത് നമ്മളവിടെ നോക്കാറില്ല. അപ്പം ഞാനും ചെയ്യുന്നത് ഇതുപോലെയൊക്കെ തന്നെയുള്ള കരിങ്കല്ല് വർക്കാണ്. അറിയാമല്ലോ, ഞാനൊരു മേശരിയാണ്, കരിങ്കല്ല് മേശരിയാണ്. അപ്പം ഞാൻ അങ്ങനെയുള്ള കരിങ്കല്ല് പണിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മറ്റുള്ളവർ കാണുമ്പോൾ ഇത് വലിയ കട്ടിപ്പണിയാണ്. പക്ഷേ എല്ലാ പണിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ചേട്ടൻ പഠിച്ച തൊഴിലതാണ്. അപ്പോൾ ചേട്ടൻ ആ ജോലി വളരെ കൃത്യമായിട്ടും മറ്റുള്ള ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ആണ് ആ ചേട്ടൻ അത് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിക്കണം. ഞാൻ ആ വീഡിയോ എടുത്തപ്പോൾ തൊട്ട് കഴിഞ്ഞു ചേട്ടൻ കറക്റ്റ് വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിന് ആ ചേട്ടനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ആ മരം വെട്ടി തെങ്ങ് വെട്ടി നിർത്തിയേക്കാണ്. എന്നിട്ട് ആ ചേട്ടൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പം ബാക്കി എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആദ്യത്തെ മുറി, അതായത് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം യാതൊരുവിധ തടസ്സങ്ങളോ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ അവരുടെ പെരയ്ക്കോ അവരുടെ ഷീറ്റ് ഇട്ടേക്കുമാണ്. ഒരു സൈഡ് ടിൻ ഷീറ്റാണ്. അതിനൊന്നും യാതൊരുവിധ കേടുപാടുകളും ഒന്നും വരുത്താതെ അങ്ങനെ ആദ്യത്തെ ആ ഭാഗം ചേട്ടൻ കറക്റ്റായിട്ട് താഴെ ഇറക്കി. അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ മുറിയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ മുറിയെ ചേട്ടൻ അത് മെഷീൻ കൊണ്ട് തന്നെയാണ് മുറിക്കുന്നത്. കാര്യം ഇനി മുകളിലെന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ കറക്റ്റ് പറ്റത്തില്ലായിരുന്നു. ഇത്രയും വെയിറ്റുള്ള മെഷീനുമായിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കുന്നത് വളരെ റിസ്ക്കുള്ള കാര്യമാണ്. അപ്പം ആദ്യത്തത് വെട്ടുകത്തി വെച്ച് മുറിച്ച് താഴെ ഇട്ടു. അപ്പോൾ അടുത്ത രണ്ടാമത്തെ പീസ് ചേട്ടൻ മെഷീൻ കൊണ്ടാണ് രണ്ടാമത്തെ പീസ് മുറിക്കുന്നത്. അപ്പം അതാണിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ കയറ് കെട്ടിയിട്ട് പകുതി വെട്ടി നിർത്തിയിട്ട് താഴെ നിന്നവർ വലിക്കുകയാണ്. കാര്യം അതായിരിക്കുമ്പോൾ വളരെ സേഫ്റ്റി ആയിട്ടുള്ള കാര്യമാണ്. അത് കറക്റ്റായിട്ട് അവർ പല സ്ഥലങ്ങളിലായിട്ട് സ്റ്റേ കയറ് പോലെ വലിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കയറേൽ ഈ തടി തൂങ്ങി നല്ല കറക്റ്റായിട്ട് കിടക്കും. അപ്പോൾ അന്നേരം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാത്ത ഇത്രയും റിസ്ക്കുള്ളൊരു പണിയാണ്. അവരുടെ പെരയുടെ മുകളിലൊക്കെ ഉണ്ട്, അവർ കൂമ്പൊക്കെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഓടിട്ട പെരയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വളരെ നല്ല രീതിയിൽ അറിയാവുന്ന ഒരാൾക്ക് ശരിക്കും ഇത് ചെയ്ത് ശീലമുള്ളതും ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത്തരം ജോലികൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇതുപോലെയുള്ള അതിസാഹസ്യമായ ഇതുപോലെയുള്ള മരം മുറികളൊക്കെ നമ്മൾ വളരെ ഇത് കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കരുത്. വളരെ ദൂരോട്ടൊക്കെ മാറി നിൽക്കണം. കാര്യം ഇത് എങ്ങോട്ടൊക്കെയാണ് ഒരു പക്ഷേ ചെറിയ പാകപ്പിഴ കൊണ്ട് എങ്ങോട്ടൊക്കെയാണ് ഒരു പക്ഷേ കയറ് പൊട്ടുകയോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളും മറ്റുള്ള കുട്ടികൾ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള അപകടകരമായ രീതിയിലുള്ള ഇത്തരം ജോലികൾ ചെയ്യുന്നിടത്ത് കുട്ടികളൊന്നും ഒരു കാരണവശാലും അടുത്ത് ചെല്ലരുത്. കാര്യം അത്രയ്ക്ക് റിസ്ക്, അത്രയ്ക്ക് പ്രയാസം നിറഞ്ഞ ഒരു ജോലിയാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മൊത്തം മുറിഞ്ഞ് താഴെ വീണില്ല. അപ്പോൾ അതിന് പകുതിയോളം വെട്ടി നിർത്തിയിട്ടാണ് വലിച്ച് താഴെ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് വെട്ടുകത്തി കൊണ്ട് അതിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടായി. ഇപ്പോൾ വെട്ടിയത് വേണ്ട കയറയിലാണ് ഇപ്പോൾ തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ആ കയറ് പൊട്ടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ സാഹചര്യം പറയാൻ പറ്റില്ല, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്തരം ജോലികൾ ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും ഒരു കാരണവശാലും നമ്മൾ അടുത്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഏകദേശം 20 മീറ്ററിൻ്റെ മുകളിലുള്ള ഒരു തെങ്ങാണിത്. ഞാൻ ഒരുപാട് ദൂരെ നിന്നാണ് ഈ വീഡിയോ എടുത്തത്. കാര്യം അടുത്തൊക്കെ പോയി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ കാര്യമൊക്കെ വലിയ പ്രയാസമായി പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രമകരമായ ഇത്തരം ജോലികൾ ചെയ്യുമ്പോൾ കാഴ്ചക്കാരായി നമ്മൾ നിൽക്കുകയാണെങ്കിൽ വളരെ നമ്മുടെ സുരക്ഷിതത്വം നോക്കി തന്നെ നിൽക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.
ഓക്കെ, വിനീഷ് തോട്ടപ്പള്ളി. ഉണ്ടോ? വൈകിപ്പോഴാ ശ്വാസം നേരം കൂടെ അല്ലേ?